ഹലോ, നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. മറ്റൊരു രസകരമായിട്ടുള്ള KMAT കണക്ക് ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ചോദ്യത്തിലേക്ക് സ്വാഗതം. ചോദ്യം ശ്രദ്ധിക്കുക. പൈപ്സ് A and B can fill a tank in 5 and 6 hours respectively. അതായത് ഒരു ടാങ്ക് നിറയ്ക്കാനെടുക്കുന്ന സമയം രണ്ട് പൈപ്പുകൾ A and B ഈ ടാങ്കിനെ 5-6 മണിക്കൂറും എടുത്ത് നിറയ്ക്കാൻ സാധിക്കുന്നതാണ്. രണ്ട് പൈപ്പ്. ഇതേപോലെ തന്നെ മറ്റൊരു പൈപ്പ് സിയുടെ കാര്യം പരാമർശിക്കുന്നുണ്ട്. ആ പൈപ്പാണെങ്കിലോ ഈ ടാങ്ക് ഒഴുക്കിക്കളയാനുള്ള സമയം, അതായത് empty it, നിറച്ച ടാങ്ക് ഫുള്ളായിട്ടങ്ങ് ഒഴുക്കിക്കളയാനായിട്ട് ഈ പൈപ്പ് സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴുക്കിക്കളയാൻ ടോട്ടൽ 12 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു ടാങ്ക് 3 പൈപ്പ്, ഇതിൽ 2 പൈപ്പ് A and B ഈ ടാങ്കിനെ ഫുള്ളായിട്ടങ്ങ് നിറയ്ക്കാൻ 5-6 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. പൈപ്പ് സി ആണെങ്കിലോ ഇതിനെ മൊത്തത്തിൽ ഒഴുക്കിക്കളയാനായിട്ട് 12 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. ഇനിയും രസകരമായിട്ടുള്ള ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 3 പൈപ്പുകളും A, B and C ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഈ ടാങ്കിനെ നിറയ്ക്കാൻ പറ്റും? A, B and C ഒരുമിച്ച് ഓപ്പൺഡ് ടുഗെദർ ഈ ടാങ്കിനെ എത്ര സമയം കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ഈ പൈപ്പ് ടാങ്ക് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കാണുമ്പോൾ ഇത്തിരി ഭീകരമായിട്ട് തോന്നും, പക്ഷേ നിസ്സാരമാണ്. 2 സ്റ്റെപ്പ് കൊണ്ട് തീർക്കാവുന്നതാണ്. ഇതിനൊരു ചെറിയൊരു സൂത്രപ്പണി നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ പൈപ്പിൻ്റെ ചോദ്യം വരുമ്പോഴേ മിക്കവാറും ഈ സമയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. 5 മണിക്കൂർ, 6 മണിക്കൂർ, 12, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സമയം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളുണ്ടല്ലോ അത് നോട്ട് ചെയ്തിട്ട് അതിനെ നേരെ തിരിച്ചിടണം. ഇപ്പോൾ 5 and 6 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/5, 1/6. 12 മണിക്കൂർ എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/12. ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും പാറ്റേൺ വരുന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 6 മണിക്കൂർ, 12 മണിക്കൂർ എന്നുള്ള കണക്ക് 1 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ഒരു ഇതിലാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ സൂത്രപ്പണി ഓർത്ത് വെക്കുക. സമയം നോട്ട് ചെയ്യുക. നിങ്ങൾ ഏത് ചോദ്യം വന്നാലും 5, 6 മണിക്കൂർ എന്നൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചിടുക. 1/5, 1/6. 12 മണിക്കൂർ എന്നാണ് കാണുന്നതെങ്കിൽ 1/12. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ചോദ്യത്തിലേക്ക് വരാം. ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നിറയ്ക്കാൻ പറ്റുമെന്നല്ലേ. അപ്പോൾ ആദ്യത്തെ ഉത്തരം തുടങ്ങിയിരിക്കുകയാണ്. നെറ്റ് പാർട്ട് ഫിൽഡ് ഇൻ 1 hour, അതായത് 1 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് എത്രമാത്രം നിറയും എന്നുള്ളതിൻ്റെ ആ 1 മണിക്കൂറാണ് കണക്ക് കേട്ടോ. 1 മണിക്കൂർ, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചിടുന്നത്. സോ 1 മണിക്കൂർ കൊണ്ട് 1/5 + 1/6. കാരണം A and B ആ ടാങ്കിനെ നിറയ്ക്കുവാണല്ലോ. പൈപ്പ് സി എന്താണ് ചെയ്യുന്നത്? അതിനെ ഒഴുക്കിക്കളയുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പിൽ ഇവിടെ ഉണ്ടോ 1/5 + 1/6. പൈപ്പ് സി 12 മണിക്കൂർ കൊണ്ടാണ് ഒഴുക്കിക്കളയുന്നത്, അതുകൊണ്ടാണ് അവിടെ മൈനസ് വരുന്നത്, ശ്രദ്ധിച്ചോ. സോ 1/5 പൈപ്പ് എ, 1/6 പൈപ്പ് ബി, പൈപ്പ് സി ഒഴുക്കിക്കളയുവാണ്, അതാണ് മൈനസ്. സോ 1/5 + 1/6 - 1/12. അത് നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വരുന്നത് 17/60. ഓക്കെ, അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞല്ലോ സൂത്രപ്പണി. ഈ 17/60 എന്നുള്ളത് തിരിച്ചിടും. അതാണ് അതിൻ്റെ ഒരു പണി. എല്ലാ കണക്കിലും ഇതേ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. ചോദ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പാറ്റേൺ ഒരേപോലെ ആയിരിക്കും. ദെർഫോർ ഉത്തരം ദ ടാങ്ക് വിൽ ബി ഫുൾ ഇൻ, ഈ 17/60 എന്നുള്ളത് നമ്മൾ തിരിച്ചിടുന്നു. 60/17 hours. അത് നമ്മൾ ഫോർമാറ്റിലാക്കുമ്പോൾ 3 ഓപ്ഷനിൽ നിന്നുള്ള ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ, ചോദ്യങ്ങൾ ഓപ്ഷൻ രൂപത്തിലായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഓപ്ഷനൊന്നും കൊടുക്കുന്നില്ല. 60/17 എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ് ടു 39/17 hours. ഈ 39/17 നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ 60/17 ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്നതാണ് 1/5 + 1/6 - 1/12. അതിൻ്റെ ഉത്തരം 17/60. Therefore the tank will be full in 60/17 hours. ഇതാ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഹൈലൈറ്റ്, 39/17 hours. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.